എത്രയെത്ര ജീവിതകാലം നിരാശയെ വിവരിച്ച് ആത്മഹത്യയെ ക്ഷണം പ്രാപിക്കുന്നു. യേശു ഭാഗത്തിലാണെങ്കിൽ ശാശ്വത സമാധാനം കൈവരിക്കാമായിരുന്നു. തത്വചിന്തകന്മാരെ, രാഷ്ട്രീയ മാത്രമേ, ശാസ്ത്രകാരന്മാരെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ തത്വശാസ്ത്രത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് പലത്തിൽ നാട്ടിൽ കേട്ട ശബ്ദം, മരിച്ചവരെ ഏൽപ്പിച്ച ശബ്ദം, കുരുടർക്ക് കാണിച്ചു നൽകിയ ശബ്ദം, അതാണ് യേശുക്രിസ്തു. പാപികളായ സ്ത്രീകൾ പാപമോചിതരായി മടങ്ങി വരുന്നു. പരീക്ഷമാരും പ്രമാണികളും പുരോഹിതരും അവരെ കുറിച്ചു നോക്കുന്നു. എന്ത് ഇവൻ ആരെ പാപമോചനം കൊടുക്കുന്നവൻ ആരെ? അത് യേശുക്രിസ്തു. അവൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയ അപ്പമാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. പാപം വഹിച്ച് ക്രൂശിൽ മരിച്ചത് അവൻ മാത്രമാണ്. മരിച്ചത് ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ ഇതവർ തുറന്ന കല്ലറ അവിടെയാണത് യേശുക്രിസ്തുവിന്റെ. അവരുടെ കല്ലറ മാത്രം തുറന്നു. ലോക ചരിത്രത്തിൽ ഒരേയൊരു യേശുക്രിസ്തു മാത്രം ഉയർത്തിയിരുന്നു. കഴിഞ്ഞില്ല. ഒരു ദിനം ഒരു മലയിൽ നിന്ന് അവന്റെ പാതകൾ പതുക്കെ മേലോട്ട് വരികയാണ്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി അവൻ കടലിൽ പോയി. ഇത് സ്വർഗ്ഗത്തിൽ മഹിമയുടെ പട്ടുപാത്രമാണ് യേശുക്രിസ്തു. കഴിഞ്ഞ